എമ്പുരാൻ. എമ്പുരാൻ എനിക്ക് തോന്നുന്നത് മലയാള സിനിമ ചരിത്രത്തില് ഒരു സിനിമ ഇത്രയും വിവാദമായതോ, ഇത്രയും സംഭവബഹുലമായൊരു റിലീസിന് മുമ്പും റിലീസിന് ശേഷവും സംഭവിച്ചിട്ടുണ്ടോന്ന് എനിക്ക് സംശയമാണ്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മളൊന്ന് ആഴത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. എമ്പുരാൻ എമ്പുരാൻ കണ്ടിരുന്നോ നിങ്ങളെല്ലാവരും? എമ്പുരാൻ ഞാനൊരു 3 ദിവസമാണ് പോയത് കണ്ടത്. ആദ്യം വല്ല സർപ്രൈസ് ഒന്നും കാണാൻ ഡ്യൂട്ടി ഉണ്ടായിരുന്ന കാരണം അത് നടന്നില്ല. പക്ഷെ സർപ്രൈസിന് വീണ്ടും ഒന്നും കണ്ടില്ല. അവസാനം സർപ്രൈസ് ചൈനക്കാരന് മറ്റേ ഇത് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ചൈനക്കാരനെ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു എന്റേത്. ഞാൻ കണ്ടു. ഞാന് ആദ്യത്തെ ദിവസം എനിക്ക് തോന്നുന്നു 2ാമത്തെ ഷോയ്ക്ക് പോയി കണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് കളയാതിരിക്കാൻ വേണ്ടി അന്നത്തെ ദിവസം ഫോണും ഇന്റർനെറ്റും വാർത്ത പോലും കാണാതെയാണ് പോയത്. മനോജോ? നമ്മൾ ഒരുമിച്ചാണല്ലോ പോയി കണ്ടത്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നോ പടം? ഇഷ്ടപ്പെട്ട എനിക്ക് ആലോചിക്കണമെന്ന്. ഇല്ല, ഞാന് പ്രതീക്ഷ അത്ര വന്നിട്ടില്ല ഉറപ്പായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ലൂസിഫർ കണ്ട് എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പെക്ടേഷൻ ഭയങ്കര കൂടുതലായതുകൊണ്ടാണോ എന്നറിയില്ല. ഞാൻ വിചാരിച്ച അത്രയെങ്കിലും ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ അതിനകത്ത് നമ്മൾ നമ്മൾ എക്സ്പെക്ടേഷൻ വരും. പക്ഷേ ഇപ്പം നമ്മളുടെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സീക്വൽസ് പൊതുവെ ആദ്യത്തെ ഭാഗത്തേക്കാളും നന്നാവാറില്ല. ഇപ്പം പുഷ്പ 2 പുഷ്പയേക്കാൾ നല്ലതാണോ? എനിക്കങ്ങനെ തോന്നിയില്ല. KGF 2 KGFനേക്കാളും നല്ലതാണോ? അത് ആണെന്ന് ഞാൻ പറയും. KGF 2 എനിക്ക് തോന്നുന്നു KGF ഒരുപാട് ഫാൻസ് ഉണ്ട്. KGF ഫസ്റ്റ് കണ്ടതിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് ആണ്. അത് എപ്പോഴും സംഭവിക്കാറില്ല. വളരെ റെയർ ആയിട്ട് അങ്ങനെ സീക്വൽസ് ാറുള്ളൂ. ദൃശ്യം 2 എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. അത് പൊതുവെ ഒരിക്കലും ചാൻസ് കുറവാണ്. എനിക്ക് തോന്നുന്നൊരു എക്സ്പെക്ടേഷൻ കൂടുതലനുസരിച്ച് അതാണല്ലോ പ്രശ്നം. ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു ഭാഗം വരുന്നു, ഹിറ്റാവുന്നു. എക്സ്പെക്ടേഷന് പിന്നെ പരിധികളില്ല. ഈ സിനിമയുടെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ക്ലിക്കായ ഒരു സാധനം മാർക്കറ്റിംഗ് ആണ്. ഇവർ ഈ മാർക്കറ്റിംഗ് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം പൃഥ്വിരാജ് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും ഒരു സിനിമ മാർക്കറ്റ് ചെയ്യാൻ മലയാളത്തിൽ നിന്ന് പറ്റുമോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അത് മാർക്കറ്റിംഗ് എനിക്ക് തോന്നുന്നത് അതെല്ലാവരും സമ്മതിക്കുന്നു അല്ലേ? അത് എന്നാ പറയുന്നത്, ഇപ്പം ചില കാര്യങ്ങൾ സംഭവിച്ചു. ഇപ്പം ഉദാഹരണത്തിന് സിനിമയുടെ റിലീസ് നടക്കുമോ ഇല്ല എന്നുള്ളത് അതൊരു എന്നാ പറയുന്നത് പ്രൈം ടൈമിൽ ചർച്ച വരെ വന്നു. അത് വലിയൊരു മാർക്കറ്റിംഗ് ആയി. അതിനുശേഷം ട്രെയിലർ പലർക്കും അത് നല്ലൊരു അനുഭവമായിരുന്നു. പ്രതീക്ഷകൾ കാക്കുന്ന ഒരു സിനിമയാണ് വരുന്നതെന്നുള്ള രീതിയിൽ ട്രെയിലറും സ്റ്റാൻഡ് ഔട്ട് ചെയ്തു തന്നു. പിന്നെ സിനിമയുടെ അടുത്ത് വന്നപ്പോൾ ഗോകുലം ഗോപാലേട്ടൻ വന്നു. അത് ഒരു വലിയൊരു മാർക്കറ്റിംഗ് മേളമായി. പിന്നെ സിനിമയോട് അടുക്കും തോറും എനിക്ക് തോന്നുന്നത് ഇവരെ ക്യാരക്ടർ പോസ്റ്റിന്റെ 2ാം എഡിഷൻ മറ്റേ വില്ലന്റെ പേരും അമീർ ഖാൻ, ഫഹദ് ഫാസിൽ ചർച്ച വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയെന്ന് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നില്ല ഇത്രയും എക്സ്പെക്ടേഷനോട് കൂടി മലയാളികൾ അടുത്ത കാലത്തൊന്നും ഒരു സിനിമ കാത്തിരുന്നിട്ടുണ്ടാവില്ല. അത് എനിക്ക് തോന്നുന്നത് മാർക്കറ്റിങ്ങിന് 10 out of 10 കൊടുക്കേണ്ട ഒരു ഇതാണ്. അതുപോലെ തന്നെ ഇവര് പിന്നെ NDTVയിൽ, ടൈംസ് നൗവിലൊക്കെ പ്രൈം ടൈം ചർച്ച എമ്പുരാൻ്റെ റിലീസ്. എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ നിന്നൊരു സിനിമയൊന്നും ഈ ഒരു റേഞ്ചിലേക്ക് ഇനി അടുത്ത കാലത്തെങ്ങാനും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്ക് തോന്നുന്നത് അത് മാർക്കറ്റ് ചെയ്തതിനകത്ത് ഒരു പൃഥ്വിരാജിന്റെ ജീനിയസ് വളരെ പ്രകടമാണ്. അത് ശരിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓരോ ഫാക്ടർ എടുത്ത് അതുപോലെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസ് പോലൊരു പ്രൊഡക്ഷൻ ഹൗസ് മലയാളത്തിലേക്ക് വരുന്നു. അത് അവരുടെ ഒരു മെയിൻ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. കാരണം ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് മലയാളത്തിൽ ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ നിർമ്മിക്കാൻ വരുന്നെന്നും പറഞ്ഞിട്ട് അതൊരു ഫാക്ടർ അവരത് മാർക്കറ്റ് ചെയ്തു. അതിനുശേഷം ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റാർസ് ഈ പടത്തിനകത്ത് കാസ്റ്റിലുണ്ട്. അത് വേറൊരു ഫാക്ടറായിട്ട് എടുത്ത് അവർ മാർക്കറ്റ് ചെയ്തു. പിന്നെ ആ ഒരു ക്യാരക്ടർ പോസ്റ്ററുകൾ ഇറക്കി വിടുന്നതും അതിൻ്റെ ഇടയിൽ ടീസർ വരുന്നു, കഴിഞ്ഞ് ലൈക്ക പിന്മാറെന്ന് പറയുന്നു. അവിടെ മുതൽ പിന്നെ കളി മാറി. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് ചാനലുകളാണ്, പരസ്യം പോലും കൊടുക്കേണ്ടി വരുന്നിട്ടില്ല. എല്ലാ ചാനലിലും പ്രൈം ടൈം ഡിബേറ്റ്, പടം ഇറങ്ങുമോ, ലൈക്ക് എന്തുകൊണ്ട് പോയി, ഇനി ആരെങ്കിലും വേറെ വരുമോ, പടം കറക്റ്റ് സമയത്ത് റിലീസ് ഉണ്ടാവുമെന്ന് പോലും സംശയം. അതിനിടയിൽ ഗോകുലഗോപാലൻ വരുന്നു, പടം അത് കഴിഞ്ഞ് അവർ അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നു, ട്രെയിലർ ഇറങ്ങുന്നു. അപ്പോൾ ഓരോ ഘട്ടത്തിലും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈവൻ പൃഥ്വിരാജ് ആണെങ്കിൽ പോലും പുള്ളി ഒരു പാൻ ഇന്ത്യൻ ബേസിസിൽ ഈ ഒരു പടത്തിൻ്റെ കേസിലായിരിക്കും എനിക്ക് തോന്നുന്നു മോഹൻലാലൊക്കെ ഇപ്പോൾ നാഷണൽ മീഡിയാസിലും അല്ലെങ്കിൽ പലയിടത്തും ഇപ്പോൾ ബോംബെയിലും ഹൈദരാബാദിലൊക്കെ പോയിട്ട്
ഇന്റർവ്യൂ എടുക്കുന്നു. പല യൂട്യൂബ് ചാനലിലും ഇപ്പം തമിഴിലാണെങ്കിൽ പോലും യൂട്യൂബ് ചാനലിൽ പോയിരുന്ന് മോഹൻലാലൊക്കെ വേറെ രീതിയിലാണ്. ഇപ്പൊ സാധാരണ നമ്മൾ കാണുന്നൊരു മോഹൻലാലിനെ അല്ല ഇതിന്റെ ഇന്റർവ്യൂലൊക്കെ കണ്ടിരിക്കുന്നത്. തമാശയൊക്കെ പറഞ്ഞ് വേറൊരു വൈബിലിരുന്നിട്ടുള്ള ഇന്റർവ്യൂസ് കാണുന്നത്. അപ്പൊ അങ്ങനെ അവര് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിനെ ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ലൈക്ക വെച്ചിട്ടാണെങ്കിലും എല്ലാ ഫാക്ടറും ഒരു മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പാൻ ഇന്ത്യൻ ബേസിസിൽ അവരത് മാർക്കറ്റ് ചെയ്തു നല്ല രീതിയിൽ. ഇത് കറക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ പ്രേക്ഷകരും കുറെ ഇത് മാർക്കറ്റ് ചെയ്യാൻ അവരെയും സഹായിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ നമ്മളൊരു മാത്രമൊക്കെ ചർച്ച ചെയ്യേണ്ടത്, അതായത് പ്രൈം ടൈം ന്യൂസിലൊക്കെ ഒരു മലയാളം അത് ഇത്ര ഒരു പിന്നെ ഒരു മാസ് പടമാണ്. അല്ലാതെ ഈ ഒരു സമൂഹത്തിന് ഒരു ഗുണം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇതിനെ കുറിച്ചുള്ളൊരു പടങ്ങളോ കാര്യങ്ങളെ കുറിച്ചൊന്നും അല്ല ചർച്ച നടക്കുന്നത്. എമ്പുരാന്റെ മറ്റേ ഇത് അമീർ ഖാനാണോ ഫഹദ് ഫാസിലാണോ എന്നൊക്കെ പ്രൈം ടൈമിലൊന്നും ചിന്തിക്കേണ്ട, ഇതിനെ കുറിച്ച് ഇത്രയും സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ മലയാളികൾ ഇത് ഇന്റർനാഷണൽ എത്ര സിനിമകൾ ഇറങ്ങിയാൽ പോലും ഇവിടെ എല്ലാവരും ഒരു എന്റർടൈൻമെന്റ് വാല്യൂവിന് പോയി ആ പടം കാണുമെന്നല്ലാതെ ഈ മറ്റേ കൂടിയിരുന്ന് കൂട്ടുകാർ ഒത്തിരുന്ന് ആരായിരിക്കും, ചിലപ്പോ മറ്റേ ഫഹദ് ഫാസിലായിരിക്കും, ാനായിരിക്കും ആയിരിക്കും എന്ന് വരെയൊക്കെ പറഞ്ഞ് ആൾക്കാർ സംസാരിക്കുന്ന ഒരു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള കാര്യം എന്തായിരിക്കും? നമ്മൾ ഇത്രയും ഒരു സിനിമയെ കുറിച്ച് ഇത്രയും ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളതാണോ അത്? ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം രണ്ട് രീതിയിലാണ്. അപ്പം ഞാനൊക്കെ ഈ കോവിഡിന് ശേഷം കണ്ടതിലൊരു മെയിൻ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് ഇപ്പോൾ ഓവർസീസ് മാർക്കറ്റിലെങ്കിലും കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവെ സിനിമകൾ റിലീസ് ചെയ്യുമ്പം ആളുകൾ റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, റിവ്യൂ കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ ടിക്കറ്റ് എടുക്കുക, അങ്ങനെയാണെങ്കിൽ ഇവിടെ സമയം പോയില്ല പൈസയും പോകുന്നില്ല എന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് കുറേ സിനിമകൾ മാറിയിരുന്നു. കാരണം വെച്ചാൽ സിനിമ പലപ്പോഴും നല്ലതാണെങ്കിൽ പോലും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് അത് OTT-ൽ ഇറങ്ങുന്ന ഒരു സമയത്തിലേക്ക് വന്നിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പം ഈ എമ്പുരാൻ്റെ മാർക്കറ്റിംഗ് ടീമിനകത്ത് ഇതിനകത്ത് ഏറ്റവും വലിയ എഫക്റ്റ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നാ പറയുക എക്സൈറ്റഡ് ആയിട്ട് ഈ സസ്പെൻസ് പോവാതെ മൊബൈൽ കാണാതെ എന്ന് പറയുന്നത് ആൾക്കാർ പ്രീ ബുക്ക് ചെയ്തു. കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പം ന്യൂസിലാൻഡ് മാർക്കറ്റിൽ തന്നെ ഡേ 1 ഓപ്പണിങ് ഇതിനു മുമ്പുള്ള ഒരു ഇന്ത്യൻ സിനിമയുടെ ഹയസ്റ്റ് ഓപ്പണിങ് ജവാൻ എന്ന സിനിമയ്ക്കായിരുന്നു. അല്ല, ജവാൻ അല്ല, പത്താനായിരുന്നു. അതിനേക്കാളും കൂടുതൽ ഓപ്പണിങ് ഒരു മലയാള സിനിമയ്ക്ക് കിട്ടി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ എക്സൈറ്റ്മെന്റ് ആൾക്കാർ റിസ്ക് എടുത്തില്ല, സസ്പെൻസ് ഒന്നും പോകണ്ട, അതുകൊണ്ട് ഡേ 1 തന്നെ ഫാസ്റ്റ് ഷോയ്ക്ക് തന്നെ ടിക്കറ്റ് എടുക്കാൻ വെച്ചു. അത് എന്നെ ക്രൈസ്റ്റ് തന്നെ റെക്കോർഡ് 9 ഷോയാണ് ചെയ്തത്. അത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടതും ആ ദിവസമാണ്. അപ്പം ആ മാർക്കറ്റിങ്ങിന്റെ ഏറ്റവും വലിയ വിജയമാണ് ഈ ഡേ 1 തന്നെ ആളുകളെ റിവ്യൂവിന് വെയിറ്റ് ചെയ്ത്. കാരണം റിവ്യൂവിനൊന്നും ആൾക്കാർ നിൽക്കുന്നില്ല, ടിക്കറ്റ് അങ്ങ് എടുക്കുവാണ്. മനസ്സിലായോ? അത് മിക്കവരും ഡേ 1 തന്നെ എടുക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കറ്റിങ്ങിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് മാർക്കറ്റിംഗ് ക്ലിക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഹയസ്റ്റ് ഓപ്പണിംഗ് കിട്ടാനും. ഇത് പല മാർക്കറ്റുകളിലും എനിക്ക് തോന്നുന്നത്, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണ്, ഇപ്പം ന്യൂസിലാൻഡ് മാർക്കറ്റിലൊക്കെ തന്നെ ഇതിന് മുമ്പുണ്ടായിരുന്നത് ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാളം സിനിമ എന്ന് പറഞ്ഞാൽ ആടുജീവിതമായിരുന്നു. അതിന് $1,80,000 ഇതുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ പ്രീ ബുക്കിംഗ് തന്നെ $200,000 മുകളിൽ ബുക്കിംഗ് വന്നു. അതെന്നുകൊണ്ട് മാർക്കറ്റിംഗ് മാത്രമാണ് അതിൻ്റെ അകത്ത് സ്റ്റാൻഡ് ഔട്ട് ചെയ്തത്. കാരണം നമ്മളൊക്കെ തന്നെ ഹുക്കപ്പായി പോയി. ഇപ്പൊ അമീർ ഖാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിസ്സാവാൻ പാടില്ലല്ലോ. നമ്മള് ഇപ്രാവശ്യം അല്ലെങ്കിൽ ഇത് കണ്ടത്. അതെ പക്ഷെ ഇത് ഇത്രയും സാമ്പത്തിക വിജയമായെങ്കിലും ഒരു ആർട്ട് ഫോം എന്ന രീതിയിൽ ഇതൊരു വലിയൊരു വിജയമാണോ ഈ പടം? ഇതെന്ന് പറഞ്ഞാല് ഇത് തീർച്ചയായിട്ടും ഇപ്പൊ 2 കാറ്റഗറിയിലാണല്ലോ. നമുക്കൊന്ന് പറഞ്ഞാല് ആളുകൾക്ക് എല്ലാവർക്കും തൃപ്തിപ്പെടുന്ന സിനിമ, അത് പോസിറ്റീവ്, ഫുൾ പോസിറ്റീവ്. ഇപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന സാധനം ഏത് മിക്സഡ്, അതല്ലെങ്കിൽ അതിൻ്റെ താഴെ ഫുൾ നെഗറ്റീവ്. ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈപ്പ് കൂടുന്തോറും എല്ലാവരെയും ഒരു സിനിമയും തൃപ്തിപ്പെടുത്താൻ പോകുന്നില്ല. പലരും ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, അമീർ ഖാൻ ആ സിനിമയിൽ ഇല്ലെങ്കിൽ നമ്മളത് പ്രതീക്ഷിക്കാമല്ലോ. നമ്മൾ പോയിട്ട് അമീർ ഖാൻ ഇല്ലെങ്കിൽ നമുക്കൊരു നിരാശ വരും. മമ്മൂട്ടി ഉണ്ടാവുന്ന നല്ലൊരു റൂമർ ഉണ്ടായിരുന്നു, സ്ട്രോങ് റൂമർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയും സിനിമയിൽ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ടാവുമല്ലോ. അപ്പം അത് ഒരിക്കലും ഈ സിനിമ 100% ആളുകളെ തൃപ്തിപ്പെടുത്തില്ല. പിന്നെ ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ചില എലമെന്റ്സ് ചില ആൾക്കാർക്ക് അപ്പീൽ ചെയ്യും, ചിലത് അപ്പീൽ ചെയ്യില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് സിനിമയുടെ ബോക്സ് ഓഫീസ് വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇത് പല രീതിയിലും ഇപ്പം ഇൻഡസ്ട്രി ഹിറ്റായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന റിപ്പോർട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് പറയുന്നതനുസരിച്ച് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവി ആയത് മാറി. പല മാർക്കറ്റുകളിലും ഇതാണ് ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവി. ഇപ്പം ഈ പറഞ്ഞ പോലെ KGF-ഉം ബാഹുബലിയും
ഈ റോബോയും ഇതൊക്കെ മതിയോ? നമുക്കും ഒരു ഇങ്ങനത്തെ ഒരു സിനിമ വേണ്ടേ? ഇപ്പം നമുക്കും തികഞ്ഞൊരു ആർട്ട് ഫോം ഒരിക്കലും ഇങ്ങനെ ആവാൻ പോകുന്നില്ല. നമുക്കൊരു ഇത് കുറേയൊക്കെ ഹൈപ്പിന്റെ പുറത്തായിരിക്കാം. ചിലതിപ്പം മൾട്ടി സ്റ്റാർ ആയതുകൊണ്ടായിരിക്കാം. ഇപ്പം മോഹൻലാലുണ്ട്, പൃഥ്വിരാജുണ്ട്, ടൊവിനോയുണ്ട്. ഇപ്പം ഇപ്പം മഞ്ജു വാര്യരുണ്ട്. ഇപ്പം ഇതിൽ കൂടുതൽ വലിയൊരു മൾട്ടി സ്റ്റാർ എന്നാ പറയുന്നത് ബോക്സ് ഓഫീസിൽ മലയാളത്തിൽ ചലിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലൊന്നും ചലിപ്പിക്കാൻ പറ്റില്ല. അപ്പം ഇതിനകത്ത് അത് പറഞ്ഞല്ലോ, ഇപ്പം ചിലപ്പോൾ മിക്സഡ് ഒപ്പീനിയൻ ആയിരിക്കാം സിനിമയ്ക്ക്. പലർക്കും 100% തൃപ്തി ഇതിൽ നിന്ന് കിട്ടിക്കാണില്ല. പക്ഷേ ഇതിന്റെ ഒബ്ജക്റ്റീവ് മലയാള സിനിമയുടെ എന്നാ പറയുന്ന ഒരു മാർക്കറ്റ് വലുതാക്കുക എന്നുള്ളതായിരുന്നു. അത് അത് നിർവഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട്. പിന്നെ പക്ഷെ ഈ പടം ഈ ട്രൂലി ഇന്റർനാഷണൽ പടം എന്നൊക്കെ പറയുന്ന ഒരു ഫീല് നമുക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയോ? കുറെ ഇംഗ്ലീഷുകാർ അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ടുണ്ട്. 2-3 ഹെലികോപ്റ്റർ സംഭവങ്ങള്, പിന്നെ മോഹൻലാൽ ഇതിന്റെ ഇടയ്ക്ക് പല ലൊക്കേഷൻ അല്ലാതെ ഇതൊരു ട്രൂ ഇന്റർനാഷണൽ മേക്കിംഗ് ഒന്നും എനിക്ക് കണ്ടതിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം നമ്മളിപ്പോ ഒരു കൊറിയൻ പടം പാരസൈറ്റ് എടുക്കുവാണെങ്കിൽ അതൊരു ട്രൂലി ഇന്റർനാഷണൽ ഫിലിമായിട്ട് തോന്നും. അതിന്റെ അത് ഇംഗ്ലീഷുകാരും ഇല്ല, ഈ പടക്കം പൊട്ടിക്കലും പരിപാടികളൊന്നും ഇല്ല. എന്നാൽ പോലും ആ ഒരു കണ്ടന്റ് ഒരു ഇന്റർനാഷണൽ ഒരു ഓഡിയൻസിന് അത് അക്സെപ്റ്റ് ചെയ്യുന്ന കണക്ക് ഒരു കണ്ടന്റ് ആയിരുന്നു. ഒരു കണ്ടന്റ് ഒന്നും സാധനത്തിന്റെ അകത്ത് തോന്നിയിട്ടില്ല. ആണ് നമ്മൾ ഈ ഇന്റർനാഷണൽ ലെവലിലുള്ള മേക്കിംഗ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണോ ഇത്? നമ്മളെനിക്ക് അങ്ങോട്ട് വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു. അടുത്ത പാട്ടിലായിരിക്കും അടുത്ത ഡിസ്നിക്കുള്ള പാട്ടിൽ വരുന്നത്. ഇപ്പം നമ്മളെത്തി തന്നെ കുറെ വെള്ളക്കാരെ കാണിച്ചു, കുറെ ഫോറിൻ ലൊക്കേഷൻ കാണിച്ചു. അപ്പം നമ്മള് നാട്ടിലെല്ലാരും പറഞ്ഞ ഹോളിവുഡ് സിനിമയാന്ന് പറഞ്ഞേക്കുന്നത്, മലയാളികൾ അഭിനയിച്ച ഹോളിവുഡ്. അപ്പം അടുത്ത റൗണ്ട് ആയിരിക്കും നമ്മൾ എന്നാ പറയുന്നത് ആ ഞെട്ടാൻ രീതി പോകുന്നത് അല്ലേ? ഞെട്ടാൻ പോകുന്നത്. അത് ശരിയാണ്. കാരണം മലയാള സിനിമയാണെങ്കിലും ആദ്യത്തെ 1.5 മണിക്കൂർ ഫുള്ള് ഹിന്ദിയാണ്, പിന്നെ കുറെ ഇംഗ്ലീഷും ഉണ്ട്. മലയാളം എനിക്ക് തോന്നുന്നു കുറച്ചോളം തോന്നുന്നു. ആ, അങ്ങനെ ശരി. വെച്ച് നോക്കുമ്പോ മലയാളം അത് ശരിയാ. ലാലേട്ടൻ വരുമ്പോൾ മാത്രം ആൾക്കാരെ മലയാളം അതെ, ആൾക്കാരെ അതെ, കുറ്റം അതെ. പറയാൻ പറ്റത്തില്ല. അത് ഇല്ല, ശരിയാണ്. അതെ, അതെ. അതായത് എന്നാ പറയുന്നത് ഒരിക്കലും എക്സ്പെക്റ്റേഷൻ എന്ന സാധനം ഉള്ളപ്പം പലപ്പോഴും ലിമിറ്റേഷൻ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് ചില സീക്വൻസുകൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പം ആദ്യത്തെ ഈ കലാപമായിട്ട് ബന്ധപ്പെട്ട കുറേ സീക്വൻസുകൾ നല്ല രീതിയിൽ എനിക്കൊന്നൊരു ഒരു സ്ട്രോങ് ആയിട്ട് ഡയറക്ഷൻ ഉള്ള പോലെ തോന്നി. പിന്നെ ഞാൻ എൻജോയ് ചെയ്തത് ലാലേട്ടൻ്റെ അടിയാണ്. വേറെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും എന്താ പറയുന്നത് ഇപ്പം ലൂസിഫറിനേക്കാളും കൂടിയ സിനിമയാണ്, നല്ല സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അത് ആളുകൾ ചിലപ്പോൾ കൂടുതൽ വാല്യൂ ചെയ്യുന്നത് ലൂസിഫർ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ മോഹൻലാൽ ഈ ഒരു റോള് ചേർന്നതായിട്ട് നിനക്ക് അഭിപ്രായമുണ്ടോ? അതായത് ഈ മാഫിയ സെറ്റപ്പ് ഇന്റർനാഷണൽ ലെവലിലൊക്കെ മോഹൻലാലിന് അതൊരു അത്ര ആപ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണോ? എനിക്ക് ഇതായില്ല, കണക്ട് ആയില്ല. പക്ഷെ നീ മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ടാണ് പറയുന്നത്. ഞാനൊക്കെ പണ്ട് തൊട്ടേ നമ്മളെ മോഹൻലാൽ ലാലേട്ടനൊക്കെ ഫാൻ. കോട്ട ഞാനൊക്കെ പണ്ട് തൊട്ടേ മോഹൻലാൽ ഫാനാണ്. ഇപ്പൊ അങ്ങനെ ഫാൻ പരിപാടികളൊന്നും ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ പറയേണ്ടത് പറയണമല്ലോ. ഇപ്പം മമ്മൂട്ടിയാണ് കുറച്ചും കൂടെ സെലക്റ്റീവ് ആയിട്ട് പടം ചെയ്യുന്നത് മോഹൻലാലിനെക്കാട്ടിലും. മോഹൻലാൽ ഇപ്പം മാസ് പടങ്ങളല്ലാതെ ഈ പറയുന്ന കണക്ക് മമ്മൂട്ടി കുറച്ചും കൂടെ ഈ കാതല് അങ്ങനെയുള്ള പടങ്ങളൊക്കെ അഭിനയിക്കാൻ സ്കോപ്പുള്ള പടങ്ങൾ മമ്മൂട്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മോഹൻലാൽ അതൊന്നും ചെയ്തില്ല. അങ്ങനെ ചെയ്യുമ്പോ നമ്മൾ പറയും. നമ്മളെ ലാലേട്ടന് അഭിനയിക്കുകയും ചെയ്യും, തിയേറ്റർ കുലുക്കുകയും ചെയ്യും. അത് ശരിയാ. കാരണം ചെയ്യും. കുറെ കാലം ആയല്ലോ ഇത് പറയുന്നത്. നടക്കാൻ ഇതിനകത്ത് വേണ്ടി തന്നെ നമ്മളെ കാത്തിരിക്കുവാണ് കുറെ കാലമായിട്ട്. ഇന്റർവ്യൂല് കഴിഞ്ഞിട്ടുള്ള ആ സീക്വൻസിനെ കുറിച്ചിട്ട് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ പറയുന്ന ഒരു ഇന്റർവ്യൂലുണ്ട്. അതായത് മരം സ്പോയിലർ ആയി പോവും. ഈ ബാക്കിൽ മരം നിന്ന് കത്തുന്ന സീൻ ഉണ്ടല്ലോ, ഫ്രണ്ടില് മോഹൻലാൽ നിൽക്കുന്നത്, അപ്പൊ ആളുടെ മുഖമൊന്നും നമുക്ക് കാണത്തില്ല, ആളുടെ ബോഡി മാത്രമാണ്. കാരണം ബാക്കിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. പക്ഷെ ആ ഒരു രൂപം മതി നമുക്ക് അത് മോഹൻലാലാണെന്ന് തിരിച്ചറിയാനും അത് ഇത് അതുണ്ട്. മനസ്സിലാക്കാനും. ഇതെന്ന് പറഞ്ഞാല് ഇപ്പം തമിഴിലൊരു രജനീകാന്ത് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വിജയും ഒരു പവറാണ്. ഇപ്പം നിങ്ങള് രണ്ടുപേരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക. അല്ല, ഞാനൊക്കെ ഒറ്റപ്പെടുന്നതല്ലേ അല്ല. മോഹൻലാൽ ഫാനാണ്. അത് മലയാളികൾക്ക് മാസിന്റെ ഒരു നിർവചനം സത്യം പറഞ്ഞാല് മുണ്ട് മടക്കി എടുക്കുന്ന മോഹൻലാൽ തന്നെയാണ്. അത് അത് വർക്കായോ? അത് പക്ഷെ കുറച്ചു നേരമേ ഉള്ളൂ. ആയില്ലെങ്കിൽ പോലും ഒരു കാര്യം മനസ്സിലാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയില് ഇതുപോലൊരു പടം പുൾ ഓഫ് ചെയ്യാനും ഇത്രയും ആൾക്കാരെ തിയേറ്ററിൽ എത്തിക്കാനും ഇമാതിരി ഒരു കളക്ഷൻ എടുക്കാനും എനിക്ക് തോന്നുന്ന മോഹൻലാലിന് വേറെ ആരെ കൊണ്ട് പറ്റും തോന്നുന്നില്ല. എന്നാലും പിന്നെ പൃഥ്വിരാജിന്റെ കണ്ടന്റും കുറെ കോൺട്രവേഴ്സി ഉണ്ടായത് കൊണ്ടാണ് ഇപ്പം ഇത്ര ഒരു നാഷണൽ ലെവലിൽ ഇപ്പം ഈ ബോംബെയിലൊന്നും ഇതിന് മാത്രം ആൾക്കാർ ആദ്യ ദിവസം പോയി എമ്പുരാൻ കണ്ടിട്ട് കോൺട്രവേഴ്സി ഉണ്ടാകുന്നില്ല. നമ്മൾ ഇതൊരുമാതിരി കോൺട്രവേഴ്സി ഉണ്ടാക്കിയതുപോലെ അല്ല, ഈ സാധനം അത് കാരണം നാഷണൽ ലെവലിൽ വരെ ഈ സംഭവം ചർച്ചയായി. അത് നമ്മളാണോ സത്യം പറഞ്ഞ ഇത് ചർച്ചയാക്കിയത്, അതോ ഇനി സിനിമാക്കാര് തന്നെ ഇത് വൈറലാകാൻ വേണ്ടി ചെയ്താണോ? വൈറലാകാൻ വേണ്ടി അങ്ങനെ ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളുടെ ഭക്ഷണം നല്ല സുരേഷ് ഗോപി അങ്ങനെയാണല്ലോ പറയുന്നത്. അല്ല, സുരേഷ് ഗോപി അഭിപ്രായം ഉണ്ടല്ലോ, നമ്മൾ പറയും നമ്മുടെ അഭിപ്രായമാണല്ലോ. എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്താ പറയാ, ഇതിപ്പം
വിവാദമാകാൻ വേണ്ടി ചെയ്തതായിരിക്കില്ല ഈ പറഞ്ഞ പോലെ. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വിവാദമാകും. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ സിനിമയാണെങ്കിലും എന്തായിക്കോട്ടെ, എന്ത് പ്രശ്നം ഉണ്ടായാലും ഫസ്റ്റ് ആൾക്കാർ കാണുന്ന ഒരു സാധനം തന്നെ മതമാണ്. അത് കഴിഞ്ഞിട്ടേ വേറെ അതെ വികാരങ്ങളുള്ളൂ. അതിപ്പം എന്തും ആയിക്കോട്ടെ. ഇപ്പം ചില ആൾക്കാരെ ഫോളോ ചെയ്യുന്നതും എല്ലാത്തിനും ഒരു ബേസ് തന്നെ മതമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടില് അത് കഴിഞ്ഞിട്ടുള്ള വികാരങ്ങളൊക്കെ ഉള്ളൂ. ഇതിനകത്ത് എന്തേലും കിട്ടിയാൽ മതി. ഈ സിനിമയുടെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യം ചില ഗ്രൂപ്പുകൾ ഇത് ചെയ്തു. പിന്നെ 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 കുറച്ച് കഴിഞ്ഞിട്ട് പോലെ ക്രിസ്ത്യൻ ഇതിനെതിരാന്ന് പറഞ്ഞ് വേറെ ഗ്രൂപ്പുകൾ വിവാദമാക്കി. പിന്നെ ഇപ്പം തമിഴ്നാട്ടിലെ മുല്ലപ്പെരിയാർ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ ചില ആൾക്കാര് ഈ കണ്ടിട്ട് ശരിയാണ് ഇത് നമ്മൾ അതാണ് റെഫർ ചെയ്യുന്നതെന്ന് വിചാരിച്ചാണ് വിവാദമാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പ്രൈമറി ചിന്ത എന്ന് പറഞ്ഞാൽ മതമാണ്. നമ്മുടെ നാട്ടില് വേറെ എന്തിനും സെക്കൻഡറി വാല്യൂ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞപ്പം ഈ മതത്തെ തൊട്ട് ഉള്ള പരിപാടികൾ എപ്പോഴും അങ്ങനെയാണ്. അത് വിവാദം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു സമയത്തിന്റെയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഉറപ്പായിട്ട് ഈ സിനിമ ഇങ്ങനെ വിവാദമായതുകൊണ്ട് സിനിമയ്ക്ക് കൂടുതൽ പബ്ലിസിറ്റി കിട്ടി, കൂടുതൽ ആൾക്കാർ കയറി. അതൊരു ഫാക്റ്റാണ്. അതെനിക്ക് തോന്നുന്നു ഒരു പ്ലാന്റ് മാർക്കറ്റിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് സംഭവിച്ചതാണ്. പക്ഷെ ഈ പ്ലാന്റ് മാർക്കറ്റിംഗ് ആണെന്നല്ല, ഇത് അവര് യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് എന്നാ ഇതും കൂടെ നമുക്ക് മാക്സിമം അതെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഇത് റീ എഡിറ്റ് ചെയ്തതും ഇതെല്ലാം ആദ്യം തന്നെ സെൻസർ ബോർഡ് ഒന്നും പറഞ്ഞിട്ടൊന്നും റീ എഡിറ്റ് ചെയ്തോന്നല്ല, ഇവര് സ്വമേധയാ റീ എഡിറ്റ് ചെയ്തതും ഇങ്ങനൊരു സംഭവത്തെ ഇതിങ്ങനെ ഇത് ബേണായി നിൽക്കാൻ വേണ്ടിയുള്ള ഒരു രീതി ഇവരും അത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. റീഎഡിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് തോന്നുന്നില്ല. റീഎഡിറ്റ് ചെയ്തിട്ട് തന്നെ പൃഥ്വിരാജിന്റെ അടുത്തും അതിനോട് പെരുമാറത്ത് ഗോകുൽചാരിന്റെ ഒക്കെ അടുത്ത് ആൾക്കാർ വന്നു തുടങ്ങി. അതെ. ഇത് ഒരു പല എനിക്ക് റിപ്പുകളും വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രഷർ ഉണ്ടായിരുന്നു അത് ചെയ്യാനായിട്ട്. ഇപ്പൊ പുറത്തങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും ടോപ്പ് ലെവലിൽ നിന്ന് പോലും അതിനുള്ള പ്രഷർ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം അവരത് റീഎഡിറ്റ് ചെയ്ത് വീണ്ടും പടം ഇറക്കേണ്ടി വന്നത്, പല സ്ഥലത്തും വെട്ടും കുത്തും തിരുത്തും വേണ്ടി വന്നത്. ഇത് കാരണം ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടം മലയാളത്തിൽ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ബിഗ് ബഡ്ജറ്റ് പടമാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവർ മനഃപൂർവ്വം ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഒരു സീൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സീക്വൻസ് അതിനകത്ത് കുത്തി നിറച്ചു ഇതെന്ന് വെക്കുന്നു. പറഞ്ഞാലല്ലോ, ഇത് ചിലപ്പം സിനിമ എടുത്തു കഴിഞ്ഞപ്പോൾ പോലും അവർക്ക് തോന്നിക്കാണില്ല. അതെ. ഇതിപ്പം എന്നാ പറയുന്നത്, ഇപ്പം അതിന് ഏറ്റവും ക്ലാസിക്കൽ ഉദാഹരണമാണ് മേജർ രവി. ഇപ്പം അത് അതെ. അദ്ദേഹം ഈ സിനിമ കണ്ടിട്ട് ആദ്യം ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, പിന്നെ ഇല്ല. പുള്ളി ഇപ്പം പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും അതായത് അദ്ദേഹത്തിന് പോലും ആദ്യ സിനിമയ്ക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ ആൾക്കാർ കുറച്ച് പേര് വളർന്ന് ഇത് പറഞ്ഞു തരുമ്പോൾ പിന്നെയാണല്ലോ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു മോബ് മെന്റാലിറ്റിയാണ്. ഈ മോബ് കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ പറയുമ്പം പിന്നെ നമ്മളത് ഏറ്റുപിടിച്ചങ്ങ് അതങ്ങ് വിവാദമാക്കുവാണ്. പിന്നെ അതെ, അതൊരു ക്രൗഡിന്റെ ഭാഗമാകുക എന്നുള്ളൊരു സാധനം. ഇത് കണക്ക് തന്നെയാണ് പുരാൻ പടം ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും ഇപ്പൊ നമ്മള് പടം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുമ്പോ നമുക്ക് പേടിയാണ്. കാരണം പറയുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ടതിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഇവർക്കൊന്നും ട്രൂലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടായിരിക്കത്തില്ല നമ്മള് ഇത് കൊള്ളായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ഇവർക്കൊന്നും കൃത്യമായ ഒരു ആൻസർ ഇല്ല. പക്ഷെ അതും അതിന്റെ ഒരു ഭാഗമാണ്. അതിന് ഇത്രയും വലിയൊരു ഹിറ്റായ ഒരു പടം നമ്മൾ ഇനി ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നത് എങ്ങനെയാന്ന് പറയുന്ന കുറെ ആൾക്കാരുടെ ആ ഒരു മെന്റാലിറ്റി മെന്റാലിറ്റി അതും ശരിയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം പടം മിക്സ് ഇപ്പം എല്ലാവരും പോസിറ്റീവ് പറഞ്ഞ പടം എമ്പുരാൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം എല്ലാവരും നെഗറ്റീവ് അല്ല പറഞ്ഞേക്കുന്നത്. ഇത് ഇടയിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം പലർക്കും പല രീതിയിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യാം. ഇപ്പം കമ്പാരിസൺ വരേണ്ടത് പലപ്പോഴും ലൂസിഫറുമായിട്ടാണ്. അപ്പം ലൂസിഫറിനേക്കാളും മികച്ച സിനിമ എമ്പുരാനാണോ? അങ്ങനെ ജിബിന് അഭിപ്രായം ഉണ്ടോ? ഒരു അഭിപ്രായം. എനിക്ക് വെറും ഒരു മാസ് പടം എന്നല്ലാതെ ഒരു ആർട്ട് ഫോം അല്ല, നോക്കുവാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഇത്ര അടിപൊളി പടങ്ങൾ ഇറങ്ങുന്ന സൂപ്പറായിട്ട് ക്രിയേറ്റീവായിട്ട് ഇപ്പൊ തന്നെ നമ്മള് റീസെന്റ് ആയിട്ട് ഇറങ്ങിയ പൊന്മാൻ എന്ന് പറഞ്ഞ പടം, അതൊക്കെ ഒരു ആർട്ട് ഫോം ആയിട്ട് നോക്കുവാണെങ്കിൽ അതായത് ലൂസിഫറിനെ കണക്ട്. പക്ഷെ ഒരു മാസ് ഒരു ഇത് ഇതെന്ന് നോക്കുമ്പോഴത്തേക്ക് പറഞ്ഞു ഓക്കെ കഴിഞ്ഞാല് ലൂസിഫർ ഓക്കെ പടമാണത്. പക്ഷെ അത് അതിന്റെ അത്രയും എമ്പുരാൻ എനിക്ക് ആയിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ച് തിയേറ്ററിൽ പോയതാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പടം വർക്കായില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പൊന്മാൻ നല്ല സിനിമയാണ്. ഇപ്പൊ ഈ പൊന്മാനൊക്കെ ആൾക്കാർ എപ്പോഴാ കാണാൻ തുടങ്ങിയത്? സിനിമ OTT-ല് വന്ന് വന്നതിന് തിയേറ്ററിൽ നിന്ന് പോയി സിനിമ OTT വരുമ്പോഴാണ് ആളുകൾ സിനിമ കാണുന്നത്. അപ്പം ഇതാണ് എന്റെ പ്രശ്നം. നല്ല സിനിമകൾ ഇറങ്ങുന്ന ആൾക്കാരെ പോയി കാണുമോ? ഇപ്പൊ ഇതിനു മുമ്പുള്ള ഇൻഡസ്ട്രി ഹിറ്റ് ഇപ്പൊ നിലവിലെ ഇൻഡസ്ട്രി ഹിറ്റ് എമ്പുരാനാണ്. അതിനു മുമ്പ് ഇറങ്ങിയത് മഞ്ഞുമൽ ബോയ്സ് ആണ്. മഞ്ഞുമൽ ബോയ്സ് ഒരു കണ്ടന്റ് ഓറിയന്റഡ് സിനിമയല്ലായിരുന്നോ? ഇപ്പം അതെന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ഒരു മാസ് സാധനം അല്ലല്ലോ. അത് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഹിറ്റായല്ലോ. അതിനു മുമ്പുള്ള ഇൻഡസ്ട്രിയൽ ഹിറ്റ് 2018. അതും ഇതുപോലെ ഒരു മാസ് സിനിമയല്ല. ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ വരണല്ലോ. എന്താ പറയുന്നത്, ഈ ഈ സിനിമകള് പല രീതിയിലാണല്ലോ പലരും പെർസീവ് ചെയ്യുന്നത്. ഇപ്പം പിന്നെ നമ്മുടെ തെലുങ്കിലെ ബാലകൃഷ്ണ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സിനിമകൾ, അദ്ദേഹത്തിന് പല സിനിമകളിലും ഓൾമോസ്റ്റ് സെയിം ഫോർമുലാസ് ആണ്. പക്ഷേ
പിന്നെ സിനിമകൾ കാണാൻ ചില സിനിമകൾ കാണാൻ രസമുണ്ട്. അതൊരു ഫാക്റ്റാണ്. ഇപ്പം പുള്ളിക്ക് അങ്ങനത്തെ തിയേറ്ററിൽ കൊടുക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിലെ രജനീകാന്ത് ചെയ്യുന്ന പോലത്തെ സാധനങ്ങൾ പുള്ളി അവിടെ തെലുങ്കിൽ പുള്ളി പിടിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ ചിലപ്പം ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം പലപ്പോഴും ഈ തിയേറ്ററിൻ്റെ ഉടമസ്ഥർ പറഞ്ഞു കേട്ടു സിനിമയോടനുബന്ധിച്ച് 7 ദിവസം തുടർച്ചയായിട്ട് ഷോ ചെയ്ത് തിയേറ്ററുകളിൽ കേരളത്തിലുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ നടക്കണ്ടേ? അപ്പം എന്താ പറഞ്ഞാലും നമ്മളിപ്പം ഇപ്പം പല ഭാഷയിലും എന്താ പറയുക ഈ സിനിമ നമ്മളെ ഇപ്പം ക്ലാസിക് ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞ ന്യൂസിലൻഡ് ഡേയ്സ്. ഇപ്പം ഒരു സിനിമ ഒരു മലയാള സിനിമ ഹയസ്റ്റിംഗ് ഓപ്പണിങ്, അതായത് ബാഹുബലിയും KGF-ഉം ഇതെല്ലാം ഇത് പുഷ്പ 2 വരെ ഇറങ്ങിയ നാട്ടിൽ നമ്മൾ ഇത് തെലുങ്ക് സിനിമയെക്കാളും കൂടുതൽ, അതായത് പുഷ്പ 2 ഒക്കെ ഇത്ര ഭാഷകൾ റിലീസ് ചെയ്തതാണ്. ഇത് പ്രൈമറി മലയാളത്തിലാണ് ഓവർസീസ് ഒക്കെ റിലീസ് ചെയ്തത്. അതിനെ ബീറ്റ് ചെയ്യുന്ന കളക്ഷൻ വേണ്ടി വന്നു. വേണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ പിടിക്കാൻ പറ്റില്ലായിരിക്കും. അത് വേണ്ടതൊരു ഇതാണ്. നമുക്ക് എന്താണ് അടുത്ത L3 വിശ്വാസമുണ്ട്? L3 വരുമോ? എങ്ങനെയാ തോന്നുന്നത്? അശ്വിൻ എന്താ തോന്നുന്നത് L3 ഡേയ്സ്? വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുരളി ഗോപി പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളി അതൊരു 3 പാർട്ട് സിനിമ ഇറക്കാനാണ് പുള്ളി അതിന് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. മാത്രമല്ല ഓൾറെഡി റിക്യൂണിനെ ലാസ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ച് എനിക്ക് തോന്നുന്നത് പുള്ളി മെയിനായിട്ടൊരു വില്ലനായിട്ട് തേർഡ് പാർട്ട് ഉണ്ടാവും തന്നെയാണ്. അതുപോലെ ദീപക് ദേവിന്റെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു ലാസ്റ്റ് അസ്രായേൽ എന്ന് പറഞ്ഞ പേര് മിക്കവാറും തേർഡ് പാർട്ടിന്റെ പേര് അതായിരിക്കും എന്നാണ് പുള്ളി അതിനകത്ത്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ വരും തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അറിയില്ല, ഇനിയിപ്പം ഈ കണ്ട ED റൈഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് ഇത്രയും പൈസ ഇനി മുടക്കി അതിനി എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവുമെന്നും കണ്ടറിയണം. ഇത് ഈ മൂന്നാമത്തെ ഭാഗം ഇപ്പം ഈ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് വരണമെങ്കിൽ അതൊരു ഇന്റർനാഷണൽ സംഭവമായിരിക്കും. പടത്തിൽ തന്നെ ഇന്റർനാഷണൽ സംഭവത്തെക്കാട്ടിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട നാടൻ ഇടി, നാട്ടിൽ വെച്ചുള്ള ഇടി മാത്രമാണ് എല്ലാവർക്കും മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പം ഇത്രയും പൈസ മുടക്കി അങ്ങനെ ഇന്റർനാഷണൽ സാധനം ഇറക്കി കഴിഞ്ഞാൽ ജയിക്കൂ? ചെൻട്രാഡിനെ വിടണമല്ലോ അല്ലേ? വളർത്തി ആരെങ്കിലും ഒന്ന് അടിക്കണമല്ലോ വിടണമല്ലോ. ബ്രാഗ്രേഷി ചെന്നിട്ട്, എന്നാലേ കഥ നടക്കുള്ളൂ. എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് L3 സംഭവിക്കില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് L3ക്കുള്ള സാധ്യതകൾ കുറവാണെന്ന് തോന്നുന്നു. ഇപ്പം എന്താ പറഞ്ഞത്, ലൂസിഫർ കഴിഞ്ഞിട്ട് അപ്പോഴുള്ളൊരു എൻവയോൺമെൻ്റ് അല്ല ഇപ്പം എമ്പുരാൻ കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പം L3 എടുക്കണമെങ്കിൽ ചിലപ്പം അതൊരു എന്താ പറയുന്നത്, എമ്പുരാൻ എടുത്തതിനേക്കാളും ഒരുപാട് ചാലഞ്ചിങ് ആണ്. അതുകൊണ്ട് തന്നെ ആ പ്രൊജക്റ്റിലേക്ക് എന്നാ പറയുന്നത് ടൈമും എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജും മോഹൻലാലോ അവരൊക്കെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. അത് വേണമെങ്കിൽ ഇവർക്ക് സ്ക്രിപ്റ്റ് ചെറുതായിട്ടൊന്ന് ഇത് ചെയ്ത് വെച്ചാൽ മതി. കഥ ചിലപ്പോൾ മാറും. കാരണം ഇന്റർനാഷണലി അല്ല, സ്റ്റീഫന്റെ ചെറുപ്പകാലമായിരിക്കും. പ്രണവ് മോഹൻലാലിനെ വെച്ചിട്ട് പടത്തിന്റെ ഒരു 3/4 ഭാഗം ബോംബെ കാണിക്കും. ഫുള്ള് ബോംബെ. അതാകുമ്പോഴത്തേക്കും ലോ കോസ്റ്റ് ബഡ്ജറ്റിൽ കഥ ആ ഒരു രീതിയിൽ കഥ, അതായത് ഇവന്റെ മോഹൻലാലിന്റെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ചെറുപ്പകാലവും വളർന്നു സംഭവം കാണിച്ച് ഇടയ്ക്ക് അവിടെ ഇവിടെ റിക്യൂനെ കാണിച്ചിട്ട് അവസാനം മറ്റേ വീണ്ടും മോഹൻലാലിനെ കാണിച്ചിട്ട് റിക്യൂനെ അങ്ങ് തീർത്ത് കളയുന്നത്. അവിടെ ഇത് നല്ല രീതിയിൽ കഥ അവസാനിപ്പിക്കുന്നു. ചെറിയ ലോ ബഡ്ജറ്റ് ആയിരിക്കും. ഇതിന്റെ പേര് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്, അതായത് ഈ റീ എഡിറ്റ് ചെയ്തിട്ട് അതെങ്ങനെയുള്ള കഥയാണെന്ന് അറിയാൻ വേണ്ടി കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. അപ്പൊ അതേപോലെ ഈ കഥ എന്താണ് 3 ഭാഗം എന്ന് അറിയാൻ വേണ്ടിയുള്ള ആൾക്കാർ ഉറപ്പായിട്ടും കാണും പടം. അത് മാർക്കറ്റിംഗ് ഇത്രയും അറിയാവുന്ന പൃഥ്വിരാജ് അത് വേറൊരു രീതിയിൽ അത് മാർക്കറ്റ് സിമ്പിൾ ആയിട്ട് ചെയ്യും. അത് ഉറപ്പാണ്. എനിക്കറിയില്ല. ഞാൻ വിശ്വസിക്കുന്നത് L3 സംഭവിക്കില്ലെന്നാണ് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത്. തോന്നല്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു ഇൻഡസ്ട്രി ഹിറ്റ്, ഇപ്പം എമ്പുരാൻ ഇൻഡസ്ട്രിയൽ ഹിറ്റായി. അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് ഏതായിരിക്കും? ഇനിയിപ്പം വരാനുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മമ്മൂട്ടി മോഹൻലാലും കൂടെ മഹേഷ് നാരായണൻ്റെ ഒരു പടം വരുന്നുണ്ട്. അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അത് ഈ കൊല്ലത്തിലെ എപ്പോഴോ തന്നെ ഇറങ്ങുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചിലപ്പം ഡിലേ ആയി അടുത്ത കൊല്ലം ആദ്യമായിട്ട് ഇറങ്ങുന്നത്. മമ്മൂട്ടി മോഹൻലാലും ഉള്ളൊരു സിനിമ. അപ്പോൾ അതൊരു ഇൻഡസ്ട്രി ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് പിന്നെ മമ്മൂട്ടി മോഹൻലാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട 2 ആൾക്കാരായതുകൊണ്ട് ഉറപ്പായിട്ടും പറയുന്ന ഒരു റേഞ്ചിലോട്ട് വന്നില്ലെങ്കിലും പടം അത്യാവശ്യം നല്ല പൈസ കുറെ ഇനീഷ്യൽ കളക്ഷൻ ഉണ്ടാവും പടം. എനിക്ക് ആ സിനിമ മഹേഷ് നാരായണൻ്റെ സിനിമ എനിക്ക് എന്താ പറയുന്നത്, അതിനകത്ത് എനിക്ക് ഇൻഡസ്ട്രി ഹിറ്റ് ആവുമെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹം കുറച്ചും കൂടെ ഒരു ക്ലാസ് എന്നാ സാധനമാണ്. അപ്പം ഈ ഫാൻസിന് വേണ്ട സാധനം കൊടുക്കാൻ മഹേഷ് നായരനെ പറ്റുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പുള്ളി എന്താ പറയുന്നത്, ഇപ്പം മമ്മൂട്ടി മോഹൻലാലുള്ള സിനിമ
ആളുകൾ പ്രതീക്ഷിക്കുന്ന സാധനം എന്നാ പറയുന്നത് കുറെ കൈയടിക്കാനുള്ള കുറച്ച് മൊമെന്റും കുറച്ച് എന്നാ പറയുന്ന ഒരു ഹരികൃഷ്ണൻസിന്റെ വേറൊരു വേർഷനൊക്കെ ആയിരിക്കും ആ രണ്ട് താരങ്ങൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. അപ്പം അത് എനിക്കറിയില്ല. ഇപ്പം നമ്മുടെ മലയാളത്തിലെ അടുത്ത പ്രൊജക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ അതായിരിക്കും ഒരു സ്ട്രോങ് കണ്ടന്റർ. പിന്നെ അല്ലാതെ ഇപ്പം നമ്മുടെ L3 ഇപ്പം ദൃശ്യം 3 ഇപ്പം ഈ പ്രൊജക്റ്റുകളൊന്നും കൺഫർമേഷൻ ആയിട്ടില്ല. അപ്പം അത് പിന്നീടുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഒരു എന്താ പറയുന്ന ഒരു സാധ്യതയുള്ള പ്രൊജക്റ്റായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സാധനം ബിലാലാണ്. ബിലാൽ നമ്മൾ കുറച്ച് നാളായി കേൾക്കാൻ തുടങ്ങിയത്. കുറച്ച് വർഷങ്ങളായി അതിന്റെ ബിലാലിന്റെ അറിയില്ല അതിന്റെ അവര് ഫസ്റ്റ് ലുക്കൊക്കെ ഇറക്കിയതിന് ശേഷം പിന്നെ കാര്യമായിട്ടൊന്നും മൂവ്മെന്റ് കണ്ടില്ല. പക്ഷേ അമൽ നീരദ്, മമ്മൂട്ടി ആ സിനിമയ്ക്ക് ദുൽഖറും കൂടെ വന്നെന്ന് നിർക്കുന്നത്. ദുൽഖറും കൂടെ വന്നു കഴിഞ്ഞാൽ പടം ഇൻഡസ്ട്രി ഹിറ്റ് ആവും. പക്ഷെ ആ ഒരു ബിലാലിന്റെ കണ്ടിന്യൂവേഷൻ ഇപ്പൊ ഹിറ്റാവും എന്നുള്ള കാര്യം അതൊരു ആ ഒരു സാഹചര്യമായിരുന്നു. പണ്ടത്തെ ഒരു കൊച്ചിയിലൊരു ഗുണ്ടാ സെറ്റപ്പും അത് ആ ഒരു കഥ പിന്നെ പുതിയ രീതിയിലോട്ട് ആകുമ്പോഴത്തേക്കും എനിക്ക് അറിയത്തില്ല അത് അത്രയും രീതിയിൽ വർക്കാവുന്നു. അത് ആ സമയത്ത് എഴുതിയ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളും അത് ആ സമയത്ത് കേരളത്തിൽ അത്രയും ഗുണ്ടാ സെറ്റ്. ഇപ്പം പിള്ളേര് സെറ്റിന്റെ ഗുണ്ടാ സെറ്റപ്പാണ്. പഴയത് പണ്ടത്തെ മറ്റേ ഇത് തമ്മനം ഷാജി എന്നൊക്കെ പറയുന്ന കണക്കുള്ള ഗുണ്ടാ സെറ്റപ്പ് കറക്റ്റ് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ആ ഒരു സിനിമ പറയുന്നത്, കഥ പറയുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് അത് എനിക്കറിയത്തില്ല അത് ആയിരിക്കും അതും. എനിക്ക് തോന്നുന്നത് എന്നാ പറയുന്ന ഒരു മമ്മൂട്ടിയുടെ ഒരു അണ്ടർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടുള്ള സിനിമ ദുൽഖറും മമ്മൂട്ടിയും തമ്മിൽ ഇതുവരെ സിനിമ ചെയ്തിട്ടില്ല. അത് എന്നാ പറയുന്ന അതൊരു കാരണം ചിലപ്പം പൃഥ്വിരാജിനോ മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് തമിഴിലും തെലുങ്കിലും സത്യം പറഞ്ഞാൽ ദുൽഖറിനുണ്ട്. ദുൽഖർ ഒരു സൗത്ത് ഇന്ത്യയിലെ എന്നാ പറയുന്നത് എന്നാ പറയുന്നത് ഇപ്പം മെയിൻ ലീഡ് ആക്ടർ അല്ലെങ്കിൽ തെലുങ്കിലൊക്കെ രണ്ടാമത്തെ മെയിൻ ലീഡ് ആക്ടർ. കാരണം പുള്ളീനെ ബേസ് ചെയ്ത് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്, പ്രൊജക്റ്റുകൾ വിജയിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സിനിമ ഒരു മാഫിയ ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ രണ്ടുപേരുള്ള സിനിമ വന്നു കഴിഞ്ഞാൽ അതൊരു അടിപൊളിയായിരിക്കും. ബിലാല് തന്നെ ആയിരിക്കണം എന്നില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിയും ഈ പറഞ്ഞ പോലെ ദുൽഖറും കൂടെ സിനിമ ചെയ്യാത്തതിൻ്റെ ഒരു എക്സ്ക്ലൂസിവിറ്റി ഉണ്ടല്ലോ. കാരണം അതൊരു കൗതുകം ഉണ്ടല്ലോ, നമ്മൾ കാണാത്തൊരു സാധനം കാണുന്നതിൻ്റെ ഒരു കൗതുകം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഇൻഡസ്ട്രി ഹിറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഇൻഡസ്ട്രി അതൊരു പ്രൊജക്റ്റ് ചെയ്യട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ശരിയാ, നല്ല നല്ല പടങ്ങള്, അതും വലിയ പടങ്ങള് മലയാളത്തിൽ വന്ന് ആൾക്കാര് തിയേറ്ററിൽ കയറട്ടെ. കാരണം എല്ലാവരും പറഞ്ഞ പോലെ OTT-ല് പടം വരാൻ നിൽക്കുന്നതിൽ കാര്യമല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം മോഹൻലാലിന്റെ അടുത്ത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം തുടരും. അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന ഹൃദയപൂർവ്വം തന്നെ സത്യന്തി കണ്ടു. അപ്പം അത് രണ്ടുമാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊന്നും എന്താ പറയുന്നത് നമ്മളിപ്പം എമ്പുരാൻ പ്രതീക്ഷിച്ചുകൊണ്ട് പോകുന്ന പോലെ അല്ലല്ലോ നമ്മൾ ആ സിനിമ അത് കാണുന്നില്ല. അപ്പം മമ്മൂട്ടിയുടെ ഇപ്പം ബസൂക്ക വരുന്നുണ്ട്. പക്ഷെ ബസൂക്ക ഇപ്പം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഹെവി സാധനം എന്ന് പറയാൻ പറ്റില്ല ബസൂക്ക. അപ്പം അതിനുശേഷം ഇപ്പം മഹേഷ് താരയുടെ പ്രൊജക്റ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ മമ്മൂട്ടിയും മോഹൻലാലും അല്ലെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയും എന്നാ പറയുന്നത് ഇവരുടെ കരിയറിന്റെ ഒരു എന്താ പറയുക ഇപ്പം ഇവർക്കെല്ലാവർക്കും ലിമിറ്റേഷൻ ഉണ്ടല്ലോ ഒരു ഏജ് കഴിഞ്ഞ്. ഇപ്പം ഈ സമയത്ത് ഇവരൊരു 1-2 സിനിമകൾ ഒരു കൊല്ലത്തിലേലും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മീൻസ് ഇപ്പം മമ്മൂട്ടി ചെയ്യുന്ന പോലെ കുറച്ച് എന്നാ പറയുന്നത് ആർട്ട് മോഡൽ പടം ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് എന്നാ പറയുന്നത് തിയേറ്റർ കൊടുക്കുന്ന സാധനങ്ങൾ ചെയ്യണം. കാരണം ഇവർക്ക് ആ സ്റ്റാർ പവർ ഉള്ളൂ. ഇപ്പം വേറെ ആർക്കും അങ്ങനെ സ്റ്റാർ പവർ ഇല്ല. ഇപ്പം മോഹൻലാൽ വരുന്ന പോലെ മോഹൻലാലിന്റെ സിനിമകൾ സ്റ്റാർ പുള്ളപ്പ് വരുന്ന പോലെ അങ്ങനെ പുള്ളി വരില്ല. മനസ്സിലായോ? പക്ഷെ കഴിഞ്ഞ 2-3 വർഷം എടുത്തെങ്കിലും മമ്മൂട്ടിയുടെ അത്രയും ഒരു വെറൈറ്റി സിനിമകൾ ചെയ്തൊരു വേറൊരു ആളല്ല കേട്ടോ. ഇപ്പൊ മോഹൻലാൽ ചെയ്ത പടങ്ങൾ പോലെയല്ല മമ്മൂട്ടിയുടെ. ഇപ്പം എന്താ പറയാ, കഴിഞ്ഞൊരു 2-3 വർഷം ഇപ്പൊ റോഷാക്കോ, പ്രമേഹം, കണ്ണൂർ സ്ക്വാഡ്, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പടം എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി അത്രയും വേഴ്സിറ്റാലായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പടങ്ങള് ഇൻഡസ്ട്രി ഹിറ്റ് ആയ എന്നുള്ളത് വേറെ കാര്യം. ലാലേട്ടൻ അതേസമയം ഇപ്പുറത്ത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ മോൺസ്റ്റർ, അലോൺ, അങ്ങനെയുള്ള കുറെ പടങ്ങളാണ്. അപ്പൊ ആ ഒരു ക്വാളിറ്റിയില് വ്യത്യാസമുണ്ട് ശരിക്കും. മോഹൻലാല് പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ആയിട്ട് കൈ കൊടുക്കാതെ തന്നെയാണ് ഇതിന്റെ മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പം മോഹൻലാലിനോട് ആക്സസ് ഇപ്പം മമ്മൂട്ടിയോടും ആക്സസ് ഇല്ലെങ്കിൽ പോലും മമ്മൂട്ടി അറിയാവുന്ന ആൾക്കാരെ നല്ലപോലെ പണി അറിയാവുന്ന ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് അങ്ങോട്ട് പോകും. പക്ഷെ മോഹൻലാലിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന കുറെ ഒരു ഗ്യാങ് ആയിട്ടുള്ള അവരുടെ കൂടെ തന്നെയാണ് സ്ഥിരമായിട്ട് അങ്ങ് പടം ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടായതിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയായിട്ട് ചെയ്ത, അല്ലെങ്കിൽ പുള്ളി ചെയ്യുന്ന എല്ലാം തന്നെ ഇതാണ്. പക്ഷെ പുള്ളി ക്രിയേറ്റേഴ്സുമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഭിനയിക്കുന്ന സംഭവങ്ങളൊക്കെ വരുന്ന
പടം ഇറങ്ങും. അതാണ് നമുക്ക് വേണ്ടത്. കുറെ കാലം ആയി മാത്ര പോലുള്ള അങ്ങനെയുള്ളൊരു പടം വരട്ടെ ലാലേട്ടൻ്റെ. ഞാനൊന്നും തന്മാത്രയൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്ന മുണ്ടുമടക്കി പുലിമുരുകൻ ഒരു സാധനമായിരിക്കും. സ്റ്റൈലാണോ? അത് ജിത്തു മാധവൻ ആവേശത്തിന് ശേഷം കൊണ്ടുവരുമെന്നായിരുന്നു പ്രതീക്ഷ. എനിക്ക് ആ പ്രൊജക്ട് ഡ്രോപ്പ് ആയെന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സാധനം അല്ല കാത്തിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാൽ ആ മുണ്ട് മടക്കി കൊടുത്തു വരുന്നത് വേറൊരു ഇതാണ്. ഇപ്പൊ എമ്പുരാനിലാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ആ ഇന്റർവെൽ കഴിഞ്ഞിട്ടുള്ള ആ ഒരു 10-15 മാത്രമേ എൻജോയ് മിനിറ്റ് ആണ്. ചെയ്തുള്ളൂ. ആ, വരട്ടെ കാരണം മോഹൻലാൽ അതെ വരട്ടെ, അതെ മോഹൻലാൽ തിരിച്ചു വരട്ടെ. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം L3 വരട്ടെ, വേറെ അടിപൊളി സിനിമകൾ വരട്ടെ, കാര്യങ്ങൾ ഭയങ്കര ഫാനാണ്, പ്രാർത്ഥിക്കാന്നൊക്കെ. അതെ, പക്ഷെ L3 വരില്ലെന്ന് പറയുകയും ചെയ്തു. L3 വരത്തില്ലെന്ന് പറയുകയും ചെയ്തു. പക്ഷെ വരും, കാണാം. മോഹൻലാൽ വരും, ഞങ്ങളുടെ ലാലേട്ടൻ തിരിച്ചു.